ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യുകെ മലയാളി ആതിര. ഇന്ന് ഞങ്ങളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, അപ്പടിന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു. അത് അപ്പടിന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ അവന് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ ഈ ഒരു ഏജിന് അവന് കൊള്ളാമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെ എന്താ പറയാ, റാപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതിനെ അൺബോക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കാണിക്കാന്ന് അല്ലേ. അപ്പൊ അങ്ങനെ എന്താണ് വീഡിയോ കണ്ടാലോ? അയ്യോ, ഇപ്പൊ അവന് ഏറ്റവും കൂടുതലും ഇഷ്ടം ഇത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവന്റെ ഇപ്പോഴത്തെ ക്രേസിങ് ഏതിലാ വന്നിട്ടുള്ളതെന്ന്. ഇതെങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ ഞങ്ങൾ ആദ്യം എടുത്തതേ. അത് ഈ ഇരുട്ടത്തല്ലേ ഇത് വെക്ക, ഇരുട്ടത്ത് ഇതിനിങ്ങനെ വെക്ക. അപ്പൊ ഇതിന്റെ എന്തോ ഇങ്ങനെ കയ്യും കാലൊക്കെ ഉള്ള ഒരു സംഭവം. ഇതിന്റെ ബാറ്ററി ഇട്ടിട്ട് ഓൺ ചെയ്യാം. ഇത് ഫ്ലൂറസെന്റ് ആണ്. ഇതാണ് ചുമരുമ്പോ പതിപ്പിച്ചിട്ട് ഈ ഗ്യാപ്പ് ഇതിങ്ങനെ ആണി നിറച്ചിട്ട് ഇവിടെ ആണി നിറയ്ക്കുന്ന 2 ഗ്യാപ്പുകളുണ്ട്, അവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ബാറ്ററി ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് രാത്രി ഫ്ലൂറസെന്റ് ആയിട്ട് ഇങ്ങനെ ബാറ്ററി ഇല്ലാന്നോ ബാറ്ററി ചെക്ക് ചെയ്യണം. ബാറ്ററി ഇൻബിൽറ്റ് ആണെന്ന് അറിയില്ല. ഇപ്പൊ ഇത് ബാറ്ററി ഇല്ല. അപ്പൊ ഇതിന് ഞങ്ങൾ ഇതേവരെ ഫിറ്റ് ചെയ്തിട്ടില്ല. വലിയ വീടൊക്കെ ആയി കഴിയുമ്പോൾ ഫിറ്റ് ചെയ്യാന്ന് വെച്ച് വെയിറ്റിംഗ് ആണ് ഇത്. അപ്പൊ അതേ മിനിയൻ കുട്ടൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നത്തത് അവനൊട്ടും ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളാണ്. ആള് അത് കിട്ടിയപ്പോ തന്നെ ആളൊന്നും തുറന്നു നോക്ക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ സംഭവങ്ങള്. എന്തെങ്കിലും കാലത്ത് അവൻ ഓപ്പൺ ചെയ്യാൻ തോന്നണെന്ന് വെച്ചാല് ആക്കാം. കുറച്ച് പുസ്തകങ്ങളാണ് അത് ഇവരെ പഠിക്കേണ്ട പസിൽസ്, മാത്സിന്റെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ. ചില കോമിക് കഥാപാത്രങ്ങൾ, സ്പൈഡർമാൻ അങ്ങനത്തെ സാധനങ്ങളും അതൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിട്ട് കളർ കൊടുക്കാനും അതൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് പക്ഷെ ആൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഒരു സീഡിയാണ് മിനിയൻസിന്റെ. മിനിയൻസിന് നമ്മളൊരു മൂവി ഒക്കെ ഉണ്ട്, ഡിസ്പ്ലേസ് മീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന്റെ കുറച്ച് CDസും അതൊക്കെ. ഇതതെ ഓപ്പൺ ചെയ്തിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇനി വീക്കെൻഡ് ആവുമ്പോൾ ഇരുന്ന് കാണാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ശരിക്കും നമ്മൾ ടിവിയിൽ വന്നിട്ടുണ്ടല്ലോ ഇതിങ്ങനെ സീരിയസ് ആയിട്ട് വരുന്നതാണ്. സിനിമ കണ്ടിട്ടുണ്ട്. CD കാണണം, ഇവിടെ സമയം കിട്ടുമ്പോൾ ഇരുന്ന് കാണണം. 3 CD. പിന്നെ അടുത്തത് Wizard of Oz. There is no place like home. The Wizard of Oz. ഇതൊരു മൂവി തന്നെയാണ്. ഇത് ഇംഗ്ലീഷ് കാർട്ടൂൺ മൂവിയാണ്. ഇത് ക്ലാസിക് ആണ് കേട്ടാ. ഇത് എനിക്ക് തോന്നുന്നു ഇവരൊരു ഡ്രാമ എന്താണെന്ന് വെച്ചാലും നമ്മള് മേടിച്ച കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളാണ് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. പിന്നെ ഒക്കെ ആള് അതൊക്കെ എന്തിനാന്നുള്ള മട്ടിലായിരുന്നു ആളുടെ റിയാക്ഷൻ ഉണ്ടായിരുന്നത്. The best loved movie of all time. 1939. ഇത് പണ്ടത്തെ ഒരു മൂവിയാണ്. The movie of all time, good movie. അപ്പൊ അങ്ങനെ ഒരു CD ഉണ്ട്. അതും ഇതുപോലെ ഫ്രീ ആയുള്ളപ്പോ
അതിരുന്ന് കാണാനായിട്ട് ഇടണം. പിന്നെ ലാസ്റ്റ് വൺ എല്ലാവരുടെ കൂടെ ഉണ്ട്. ആണോ? ഇതാണോ? ആ, ഇതിനൊരു ഡയറി, ഡിസ്പ്ലേസ് മിനിയൻസിന്റെ ഒരു ഡയറി. ഒരു ഡയറിയാണ്. അവൻ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാവണമെന്ന് വെച്ചാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ്. അതിലും നമ്മളെന്നെ അല്ലാതെ എഴുതേണ്ടി വരും, ആളൊന്നും ചെയ്യാന്ന് പറഞ്ഞൂടാ. പുസ്തകം പേനയൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ കടല 500. അപ്പൊ അങ്ങനെ ഒരു മിനിയൻസിന്റെ ഒരു ഡയറി. ഇതല്ല, ഇതാണ് എനിക്ക് ഏറ്റവും മോസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ക്യാപ്റ്റൻ ടോം ലൈഫ് ലെസൺ. ക്യാപ്റ്റൻ ടോം അത് വായിച്ചു കൊടുക്കാം. ദ ക്യാപ്റ്റൻ ടോംസ് ലൈഫ് ലെസൺ, സൺഡേ ടൈംസ് നമ്പർ ബെസ്റ്റ്. ഇതൊരു ലൈഫ് ലെസൺ ഒരു ബുക്കാണിത്. One a small soul like we won't make much difference. Captain Sir Tom Moore. If a captain Tom's a big heart and generously lives to help proceed through the difficult days, life lesson with parting gift full. ഇത് ക്യാപ്റ്റൻ ലൈഫ് ലെസൺ, ക്യാപ്റ്റൻ ലെസൺ എന്ന് പറഞ്ഞൊരു വയസ്സായ ആളുടെ ഓർമ്മക്കുറിപ്പുകൾ പോലത്തുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ക്യാപ്റ്റൻ ടോം. ഇപ്പൊ പുള്ളിക്ക് അത്യാവശ്യം ഒരു റീഡിങ് ഹാബിറ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. നമ്മൾ ആ ഒരു സമ്മർ ചലഞ്ചിൽ പങ്കെടുത്തോടുകൂടി ആൾക്ക് ഇതൊക്കെ ഇഷ്ടമുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ഒക്കെ വായിക്കുന്നത് ഇഷ്ടമുണ്ട് ആൾക്ക്. അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഒരു ബുക്ക് എടുത്തതാണ്. പക്ഷെ അത് ഓപ്പൺ ചെയ്ത് വായിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. ടൈമുള്ളപ്പോ ചെയ്ത് തുടങ്ങണം. ബെസ്റ്റ് സെല്ലർ എന്നാണ് പറഞ്ഞത്. അമ്മയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് വായിച്ചിരിക്കും. ഒരു കൊല്ലം വേണം വായിക്കണം. അങ്ങനെ കുറച്ച് ഒരു കുഞ്ഞൊരു ബുക്ക് നമ്മൾ തന്നെ വായിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ. കഴിഞ്ഞില്ലേ? See you later.